Hi, dear students, dear plus 1 students. അപ്പോൾ ഫസ്റ്റ് വീഡിയോ കുറേ കുട്ടികൾ കണ്ടു. അത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്നറിഞ്ഞതിൽ സന്തോഷം. പിന്നെ അതിനോടൊപ്പം തന്നെ കുട്ടികൾ ബാക്കി ചാപ്റ്റേഴ്സിനെയൊക്കെ ആവശ്യപ്പെടുന്നുണ്ട്. അപ്പോൾ കുറച്ച് നമ്മളിപ്പോൾ വാല്യുവേഷൻ്റെ ഒരു തിരക്കിലാണെന്ന് അറിയാമല്ലോ. വാല്യുവേഷൻ്റെ തിരക്കുണ്ട്. ദെൻ നമ്മുടെ സ്കൂളിലെ ക്ലാസ്സുകളുണ്ട്. അപ്പോൾ അതൊക്കെ ആയിട്ട് കുറച്ച് തിരക്കിലാണ്. എന്തായാലും നമ്മുടെ വാല്യുവേഷനൊക്കെ ഒന്ന് കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ സ്പീഡിൽ വീഡിയോസ് ചെയ്യാൻ പറ്റുമെന്ന് കരുതുകയാണ്. നമുക്ക് സെക്കൻഡ് ഇയറിൻ്റെ കീം എൻട്രൻസുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് തിരക്കിലായതുകൊണ്ടാണ്. എന്തായാലും ഞാനപ്പോൾ ഇന്ന് ചെറിയൊരു ഭാഗമാണ് ചെയ്യുന്നുള്ളൂ കേട്ടോ. കാരണം ഇപ്പോൾ ഇരുന്ന് ശരിയാക്കി എടുത്തതാണ്. അതുകൊണ്ട് നമ്മുടെ സെക്കൻഡ് ചാപ്റ്റർ ഉണ്ടല്ലോ, ആനിമൽ കിങ്ഡം. ആ ആനിമൽ കിങ്ഡത്തിലെ നമ്മൾ ഫൈലങ്ങളിലേക്ക് പോകുന്നതിന് മുൻപ് വേണ്ട കുറച്ച് ഭാഗങ്ങളുണ്ട്. ആ ഭാഗങ്ങളാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ആ ഭാഗങ്ങളെ കുറിച്ചിട്ടുള്ള ആ കാര്യങ്ങളെ കുറിച്ചിട്ടുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് നമുക്ക് അത്യാവശ്യമാണ്. കാരണം ഇനി ഫൈലങ്ങളുടെ ക്യാരക്ടേഴ്സ് പറയുമ്പോൾ നിങ്ങൾക്ക് അതെന്താണ് എന്നുള്ളത് മനസ്സിലാവണമെങ്കിൽ ആദ്യം ഈ പറഞ്ഞ ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള ക്യാരക്ടേഴ്സിനെ കുറിച്ച് അറിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പോൾ അതാണ് ഞാൻ ഇന്ന് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഫോക്കസ് ഏരിയയാണ്. ചാപ്റ്റർ ഇവിടെ 4 ആണ്. മൊത്തത്തിൽ നോക്കുമ്പോൾ നമുക്ക് 2 ആണ്. സോ അതിൽ വേണ്ട കാര്യങ്ങൾ സിമ്മെട്രി, ഡിപ്ലോബ്ലാസ്റ്റിക് ആൻഡ് ട്രിപ്ലോബ്ലാസ്റ്റിക് ഓർഗനൈസേഷൻ, സീലം. ഇതാണ് ഈ പറയുന്ന ആദ്യത്തെ 3 ഭാഗം. ഇത് കഴിഞ്ഞാൽ നമുക്ക് ഈ പറയുന്ന ഫൈലങ്ങളിലേക്ക് കടക്കാൻ പറ്റൂ. അപ്പോൾ ഫൈലങ്ങൾ ഇപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന ക്യാരക്ടേഴ്സ് മാത്രമാണ് ഫൈലങ്ങളിൽ നിന്ന് വേണ്ടു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് കൂടുതൽ ഫൈലങ്ങൾ ഓരോ വീഡിയോ, ഇപ്പോൾ ഒരു വീഡിയോ തന്നെ 3-4 ഫൈലങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് കുറച്ച് കൂടുതലായിട്ട് ഫൈലങ്ങൾ ഉൾപ്പെടുത്തി പെട്ടെന്ന് ഫൈലങ്ങൾ ഫിനിഷ് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. അപ്പോൾ ഇനിയുള്ള വീഡിയോസ് നമുക്ക് ആ രീതിയിൽ ചെയ്യാം. ഇതെന്തായാലും നമുക്ക് ഈ 3 കാര്യങ്ങളാണ് ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് അത് നോക്കാം. നമ്മുടെ ചാപ്റ്റർ 2 ആനിമൽ കിങ്ഡം. സോ സിമ്മട്രി. അപ്പോൾ സിമ്മട്രി എന്ന വാക്ക് നമുക്ക് പല തരത്തിൽ പല രീതിയിലൊക്കെ നമ്മൾ കേട്ട് പരിചയം ഉണ്ടായിരിക്കും അല്ലേ. ഒരു സിമ്മട്രി ഉണ്ട് എന്ന് പറഞ്ഞാൽ അതിനെ ഒരു നമ്മൾ സിമ്പിളായിട്ട് പറയുമ്പോൾ ഒരു ഷേപ്പ് ഉണ്ട് എന്ന് ഒക്കെ പറയാം. അപ്പോൾ ശരിക്കും സിമ്മട്രി ഇപ്പോൾ നമ്മൾ ആനിമൽസിൽ സിമ്മട്രി എന്ന് പറയുമ്പോൾ ഈ ബോഡി പാർട്സിൻ്റെ അറേഞ്ച്മെൻ്റ് ആണ്. ആ അറേഞ്ച്മെൻ്റ് ആണ് ആനിമൽസിന് ഒരു ഡെഫിനിറ്റ് ഫോം അല്ലെങ്കിൽ ഷേപ്പൊക്കെ നൽകുന്നത്. അപ്പോൾ അതാണ് ഈ സിമ്മട്രി എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത്. നമുക്ക് അതിൻ്റെ ഡെഫിനിഷനിലേക്ക് ഇവിടെ പോകുന്നില്ല. എന്താണ് സിമ്മട്രി എന്ന് പറയുന്നില്ല. മറിച്ച് എന്താണ് ഈ സിമ്മട്രിയെ അടിസ്ഥാനമാക്കിയിട്ട് ആനിമൽസിനെ എങ്ങനെ ക്ലാസിഫൈ ചെയ്യാം. അപ്പോൾ എല്ലാ ആനിമൽസും ഉൾപ്പെടുന്ന ആ ഒരു ഹയസ്റ്റ്, നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ പറഞ്ഞു, ഹയസ്റ്റ് ടാക്സോണമിക് കാറ്റഗറിയാണ് കിങ്ഡം. അപ്പോൾ ആനിമൽ കിങ്ഡത്തിനെ സിമ്മട്രിയെ അടിസ്ഥാനമാക്കിയിട്ടുള്ള ഒരു ക്ലാസിഫിക്കേഷനാണ് ആദ്യം പറയുന്നത്. അസിമെട്രി, റേഡിയൽ സിമ്മട്രി, അതുപോലെ ബൈലാറ്ററൽ സിമ്മട്രി. ഈ 3 രീതിയിലാണ് ആ ഒരു സിമ്മട്രി ഉള്ളത്. അപ്പോൾ ഫസ്റ്റ് വൺ എന്താണ്? അസിമെട്രി. നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും ബയോളജിയിൽ എ മീൻസ് അവിടെ ആബ്സെൻസിനെ കാണിക്കുന്നു. അസിമെട്രി മീൻസ് ആബ്സെൻസ് ഓഫ് സിമ്മട്രി. അതായത് നമ്മൾ എങ്ങനെ ഡിവൈഡ് ചെയ്താലും 2 ഈക്വൽ ഹാഫ്സ് കിട്ടുന്നില്ല. ആ ഒരു ആനിമലിനെ, ആ ഒരു ഓർഗാനിസത്തിനെ നമ്മൾ ഏത് പ്ലെയിനിൽ ഏത് ഡയറക്ഷനിൽ എങ്ങനെ കട്ട് ചെയ്താലും നമുക്ക് ഈക്വൽ ഹാഫ്സ് കിട്ടുന്നില്ല. അതിനെയാണ് നമ്മൾ അസിമെട്രി എന്ന് പറയുന്നത്. ആൻഡ് സച്ച് ആനിമൽസ് ആർ നോൺ ആസ് അസിമെട്രിക്കൽ. ഓക്കെ, ഹിയർ ദി ബോഡി കനോട്ട് ബി ഡിവൈഡഡ് ഇൻ ടു 2 ഈക്വൽ ഹാഫ്സ് ഇൻ എനി പ്ലെയിൻ. എങ്ങനെ കട്ട് ചെയ്താലും നമുക്ക് ഈക്വൽ ഹാഫ്സ് കിട്ടില്ല. ഇത് ഇപ്പോൾ നമുക്ക് ഇവിടെ ഞാനിപ്പോൾ പറയുന്ന എക്സാമ്പിൾ ഫൈലം പോറിഫറ എന്ന് പറയുന്ന ഫൈലാണ്. നിങ്ങൾക്കിനി കുറച്ചുകൂടെ പരിചിതമായത് വേണമെങ്കിൽ ചെറിയ ക്ലാസ്സുകളിൽ അമീബയെ കുറിച്ചൊക്കെ പഠിച്ചിട്ടുണ്ടായിരിക്കും അല്ലേ. അപ്പോൾ അമീബേനെ നമുക്കറിയാം, അതിന് കപടപാദങ്ങളൊക്കെ ഉള്ളതിൻ്റെ ഡെഫിനിറ്റ് ഷേപ്പ് നമുക്ക് പറയാൻ പറ്റില്ല. ഓരോ സമയത്തും ഓരോ ഷേപ്പ് ആയിരിക്കും അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊക്കെ എന്താണ് അസിമെട്രിക്കൽ ആയിട്ടുള്ള ഓർഗാനിസത്തിന് ഒരു എക്സാമ്പിളാണ്. ക്ലിയർ ആയല്ലോ. ഇനി രണ്ടാമത്തെയാണ് റേഡിയൽ സിമ്മട്രി. When any plane passing through the central axis of the body divides the organism into 2 identical halves. അപ്പോൾ എന്താ അത് പറഞ്ഞത്? എനി പ്ലെയിൻ, ഏതെങ്കിലും ഒരു പ്ലെയിൻ. പക്ഷെ എന്ത് ചെയ്യണമെന്നേ ഉള്ളൂ? പാസിങ് ത്രൂ ദ സെൻട്രൽ ആക്സിസ് ഓഫ് ദി ബോഡി. ഈ ബോഡിയുടെ സെൻട്രൽ ആക്സിസിലൂടെ
കടന്നു പോകുന്ന ഏതൊരു പ്ലെയിനിലൂടെയും മുറിച്ചാൽ 2 ഈക്വൽ ഹാഫ്സ് കിട്ടുക. അപ്പോൾ ഇങ്ങനെ കട്ട് ചെയ്താലും എങ്ങനെ കട്ട് ചെയ്താലും കിട്ടുക. അതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് റേഡിയൽ സിമ്മട്രി. അപ്പം ഞാനിവിടെ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള ആ ഒരു ഡയഗ്രാമാണ് കാണിച്ചിട്ടുള്ളത്. ഇത് കാണിക്കാൻ ഒരു കാരണമുണ്ട്. ബിക്കോസ് എന്താണെന്നറിയോ, ഇത് ഈ ഡയഗ്രാം കാണിച്ചിട്ട് നിങ്ങളോട് ഐഡൻറ്റിഫൈ ദ ടൈപ്പ് ഓഫ് സിമ്മട്രി, ഗീവ് 1 എക്സാമ്പിൾ. ഈ സിമ്മട്രി കാണിച്ചിട്ട് ഇത് ഏത് തരം സിമ്മട്രി ആണെന്നും ഈ സിമ്മട്രി കാണിക്കുന്ന ഒരു ഫൈലത്തിന് എക്സാമ്പിൾ എഴുതാനും ചോദിക്കും. മനസ്സിലായല്ലോ? അപ്പോൾ അതുകൊണ്ടാണ് ആ ഡയഗ്രാം ഇവിടെ കാണിച്ചത്. നമുക്കിവിടെ ഉദാഹരണമായിട്ട് പറയുന്ന ഫൈലംസ്, ഫൈലം സിലിൻഡ്രേറ്റ, ഫൈലം ടീനോഫോറ ആൻഡ് ഫൈലം എക്കൈനോഡെർമേറ്റ. ഈ 3 ഫൈലങ്ങളിലും ഏത് സിമ്മട്രി കാണാനുണ്ട്? റേഡിയൽ സിമ്മട്രി കാണാം. ഓക്കെ. ദെൻ തേർഡ് വൺ ഈസ് ബൈലാറ്ററൽ സിമ്മട്രി. ബൈലാറ്ററൽ സിമ്മട്രി എന്ന് പറയുമ്പോൾ എന്താണ്? ഹിയർ ദി ബോഡി ക്യാൻ ബി ഡിവൈഡഡ് ഇൻ ടു ഐഡൻറ്റിക്കൽ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ഹാഫ്സ് ഇൻ ഓൺലി 1 പ്ലെയിൻ. ഒരൊറ്റ പ്ലെയിനിൽ മുറിച്ചാൽ മാത്രമേ നമുക്ക് ഈക്വൽ ഹാഫ്സ് കിട്ടുന്നുള്ളൂ. ശരിക്കും കൃത്യമായിട്ട് പറഞ്ഞാൽ ഈ ഒരു പ്ലെയിനാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത് അല്ലേ? ഈ പ്ലെയിനെ പറയുന്ന പേരാണ് മീഡിയൻ ലോഞ്ചിറ്റ്യൂഡിനൽ ആണ്. മീഡിയൻ എന്ന് പറഞ്ഞാൽ എന്താ? നടുക്കൂടെ പോകുന്നത്. ലോഞ്ചിറ്റ്യൂഡിനൽ മീൻസ് എന്താണ്? ലെങ്ത് വൈസ്. അപ്പം നടുക്കൂടെ കടന്നു പോകുന്ന, ഈ മീഡിയനിലൂടെ കടന്നു പോകുന്നതും ലെങ്ത് വൈസ് ആയിട്ടുള്ളതുമായ ഈ ഒരു പ്ലെയിനിൽ മാത്രം കട്ട് ചെയ്താൽ 2 ഈക്വൽ ഹാഫ്സ് കിട്ടുന്ന അത്തരം സിമ്മട്രിയാണ് നമ്മൾ ബൈലാറ്ററൽ സിമ്മട്രി എന്ന് പറയുന്നത്. ആൻഡ് സച്ച് ടൈപ്പ് ഓഫ് ഓർഗാനിസംസ് ആർ നോൺ ആസ് ബൈലാറ്ററലി സിമ്മട്രിക്കൽ. അപ്പം നിങ്ങൾ ചിന്തിച്ച് നോക്കൂ, ഇതിൽ നമ്മൾ ഈ പറഞ്ഞതിൽ മനുഷ്യന്മാരുടെ സിമ്മട്രി ഏതാണ്? നമ്മൾക്കൊക്കെ ഏത് സിമ്മട്രിയാണ് ഉള്ളത്? ഏതാണ്? നോ ഡൗട്ട് വി ആർ ഓൾ ഹാവ് ബൈലാറ്ററൽ സിമ്മട്രി. നമ്മളെ ഈ പറഞ്ഞ കറക്റ്റ് ഈ ലെങ്ത് വൈസ് നടുക്കൂടെ ഡിവൈഡ് ചെയ്താൽ മാത്രമേ നമുക്ക് ഒരു കണ്ണ്, ഒരു സൈഡിൽ ഒരു കണ്ണ്, ഒരു ചെവി, ഒരു കയ്യ്, ഒരു കാല് അങ്ങനെ കിട്ടുള്ളൂ. അല്ലാതെ വേറെ ക്രോസ് ആയിട്ട് മുറിച്ചാൽ കിട്ടുമോ? ഇല്ല. അപ്പം നമ്മുടെ സിമ്മട്രി എന്താണ്? ബൈലാറ്ററൽ സിമ്മട്രി ആണ്. അപ്പം ഇതിന് എക്സാമ്പിളായിട്ട് ഈ പറഞ്ഞ ഫൈലങ്ങൾ ഒഴികെയുള്ള എല്ലാ ഫൈലങ്ങളും, അനിലിഡ, ആർത്രോപോഡ, മുളുസ്ക, പ്ലാറ്റിഹെൽമിന്തസ്, ആഷൽമിന്തസ് തുടങ്ങിയ എല്ലാ ഫൈലംസും ഏതിൽ വരുന്നുണ്ട്? ഈ പറയുന്ന ബൈലാറ്ററൽ സിമ്മട്രിയിൽ വരുന്നു. അപ്പോൾ 3 സിമ്മട്രിയും ക്ലിയർ ആയല്ലോ. സിമ്മട്രി അടിസ്ഥാനമാക്കി അസിമ്മട്രിക്കൽ, ദെൻ റേഡിയലി സിമ്മട്രിക്കൽ, ബൈലാറ്ററൽ സിമ്മട്രിക്കൽ എന്നിങ്ങനെ 3 രീതിയിലാണ് ആനിമൽസിനെ ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. റെഡിയാണല്ലോ? ഈ ഡയഗ്രാമും പഠിച്ചേക്ക്, കാരണം ഞാൻ നേരത്തെ പറഞ്ഞ രീതിയിൽ എക്സാമിന് ചോദിക്കാറുണ്ട്. ദെൻ നെക്സ്റ്റ് ഞാനൊരു ടൈറ്റിൽ മറന്നു പോയിട്ടുണ്ട് കേട്ടോ. അതായത് നമ്മൾ ജേം ലെയേഴ്സിനെ അടിസ്ഥാനമാക്കിയിട്ടുള്ള ഒരു ക്ലാസിഫിക്കേഷനാണ് അടുത്തത്. അതിൻ്റെ ടൈറ്റിൽ മിസ്സായിട്ടുണ്ട്, ഒന്ന് ശ്രദ്ധിക്കണേ. ഡിപ്ലോബ്ലാസ്റ്റിക് ആനിമൽസ് എന്നുള്ളത് പറയുന്നത് അവിടെ. അതായത് ജേം ലെയേഴ്സിനെ അടിസ്ഥാനമാക്കിയിട്ടുള്ള നമ്മളെങ്ങനെ നമ്മുടെ ഫോക്കസ് ഏരിയ ഒന്നുകൂടെ കാണിച്ചു തരാം. ഫോക്കസ് ഏരിയയിൽ കണ്ടോ, ഡിപ്ലോബ്ലാസ്റ്റിക് ആൻഡ് ട്രിപ്ലോബ്ലാസ്റ്റിക് ഓർഗനൈസേഷൻ എന്നുള്ളതാണ് നമ്മുടെ നെക്സ്റ്റ് ഫോക്കസ് ഏരിയ. അപ്പോൾ അതാണ് ഇവിടെ പറയുന്നത്. Diploblastic animals in which the cells are arranged in 2 embryonic layers as external ectoderm and internal endoderm are called diploblastic. നമ്മൾ ഡൈ എന്നുള്ള വാക്ക് എന്താണ്? ഡൈ ഹൈബ്രിഡ് അല്ലേ? അതൊക്കെ എന്തിനാണ്? അപ്പോൾ നമ്മൾ 2 എന്നുള്ളതിനെ കാണിക്കുന്നതാണ്. സോ ആനിമൽസിൽ 2 ജേം ലെയേഴ്സുകളിലായിട്ടാണ് എംബ്രിയോണിക് ലെയേഴ്സുകളിലായിട്ടാണ് സെല്ലുകൾ അറേഞ്ച് ചെയ്തത് എങ്കിൽ അത്തരം അറേഞ്ച്മെൻറ്റിനെ പറയുന്ന പേരാണ് ഡിപ്ലോബ്ലാസ്റ്റിക് ഓർഗനൈസേഷൻ എന്നും. ആൻഡ് സച്ച് ആനിമൽസ് ആർ നോൺ ആസ് ഡിപ്ലോബ്ലാസ്റ്റിക് ആനിമൽസ്. ഇവിടെ ഈ എംബ്രിയോണിക് ലെയേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ ആ ചാപ്റ്ററിൽ പറയുന്നൊരു ഭാഗമാണ് ജേം ലെയേഴ്സ്. പക്ഷേ ആ ഒരു ടേം നമ്മുടെ ഈ ഫോക്കസ് ഏരിയയിലേക്ക് വന്നിട്ടില്ല. അപ്പോൾ ഈ ജേം ലെയേഴ്സ് എന്ന് പറയുമ്പോൾ എംബ്രിയോണിക് സ്റ്റേജിൽ ഫോം ചെയ്യുന്ന സെൽ ലെയേഴ്സാണ് ജേം ലെയേഴ്സ്. അവരാണ് ഫണ്ടമെൻ്റൽ സെൽ ലെയേഴ്സ്. അതിൽ നിന്നാണ് പിന്നീട് ആ ഓർഗാനിസത്തിൻ്റെ ഡിഫറെൻറ്റ് ബോഡി പാർട്സുകൾ ഫോം ചെയ്യുക. അതാണ് ആ ഒരു ജേം ലെയേഴ്സിൻ്റെ പ്രാധാന്യം. അപ്പോൾ ഇവിടെ പറയുന്നത് എന്താണ്? ദ സെൽസ് ആർ അറേഞ്ച്ഡ് ഇൻ 2 എംബ്രിയോണിക് ലെയർ. ഇവിടെ 2 ലെയറുകളിലായിട്ടാണ് സെല്ല് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ആ ലെയറുകൾക്ക് പേരുമുണ്ട്. എന്താണ്? എക്സ്റ്റേണൽ എക്ടോഡേം ആൻഡ് ഇന്റേണൽ എൻഡോഡേം. പുറത്തുള്ള ലെയറിൻ്റെ പേരാണ് എക്ടോ മീൻസ് ഔട്ട്സൈഡ്, ആൻഡ് അകത്തുള്ള ലെയറാണ് എൻഡോ മീൻസ് ഇൻസൈഡ്. അത്തരം ഓർഗാനിസങ്ങളെ പറയുന്നതാണ് ഡിപ്ലോബ്ലാസ്റ്റിക്.
ഒരു കാര്യം കൂടി പറയുന്നുണ്ട്, ആൻ അൺഡിഫറൻഷിയേറ്റഡ് ലെയർ കോൾഡ് മീസോഗ്ലിയ. അതിൻ്റെ പേരാണ് മീസോഗ്ലിയ. അതൊരു അൺഡിഫറൻഷിയേറ്റഡ്, ഫുള്ളി ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ട് ഒരു ലെയറായിട്ട് മാറിയിട്ടില്ല. അതുകൊണ്ടാണ് അതിന് അങ്ങനെ പറയുന്നത്, മീസോഗ്ലിയ. അതെവിടെ കാണുന്നുണ്ട്? ബിറ്റ്വീൻ ദ എക്ടോഡേം ആൻഡ് എൻഡോഡേം. എൻഡോഡേമിൻ്റെയും എക്ടോഡേമിൻ്റെയും ഇടയിൽ കാണുന്ന ആ ഒരു അൺഡിഫറൻഷിയേറ്റഡ് ലെയറിനെ പറയുന്ന പേരാണ് മീസോഗ്ലിയ. എക്സാമ്പിൾസ് പറയുന്നുണ്ടല്ലോ, ഫൈലം സിലിൻഡ്രേറ്റ്സ് ആൻഡ് ഫൈലം ടീനോഫോറ. ഈ രണ്ടും ഏതാണ്? ഡിപ്ലോബ്ലാസ്റ്റിക് ആണ്. അപ്പോൾ ഈ രണ്ട് നമുക്ക് ആ ഫൈലങ്ങളുടെ പേരുകളൊന്ന് ഓർത്ത് നോക്കിയാൽ ഫൈലം പോറിഫറ, സിലിൻഡ്രേറ്റ, ടീനോഫോറ, അങ്ങനെ നമ്മൾ തുടങ്ങി വരികയാണ്. സോ ഇവരൊക്കെ ഈ ഫൈലങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ലെവൽസ് ഓഫ് ഓർഗനൈസേഷനൊക്കെ നോക്കുമ്പോൾ വളരെ സിമ്പിളായിട്ടുള്ള ആളുകളാണ് അല്ലേ. ഏറ്റവും സിമ്പിൾ പോറിഫറയാണ്, പിന്നെ സിലിൻഡ്രേറ്റ്, ടീനോഫോറ, അങ്ങനെയാണ്. അപ്പോൾ ഇവരിൽ എന്തേ കാണുന്നുള്ളൂ? ഈ പറയുന്ന 2 എംബ്രിയോണിക് ലെയേഴ്സ് മാത്രമേ കാണുന്നുള്ളൂ. അതിൻ്റെ ഡയഗ്രം നമുക്കുണ്ട്, നമുക്കത് നോക്കാം കേട്ടോ. ദെൻ ട്രിപ്ലോബ്ലാസ്റ്റിക് ആകുമ്പോൾ എന്താണ്? ട്രൈ മീൻസ് 3. അപ്പോൾ ഇവിടെ 3 എംബ്രിയോണിക് ലെയേഴ്സ് കാണാം, ദാറ്റ് ഈസ് 3 ജേം ലെയേഴ്സ് കാണാം. അതിനെ പറയുന്ന അത്തരം ഓർഗനൈസേഷനെ പറയുന്ന പേരാണ് ട്രിപ്ലോബ്ലാസ്റ്റിക് ഓർഗനൈസേഷൻ. ദെൻ ആനിമൽസ് ആകുമ്പോൾ നമ്മൾ എന്ത് പറയും? ട്രിപ്ലോബ്ലാസ്റ്റിക് ആനിമൽസ്. ഇനി ആ 3 ലെയേഴ്സിൻ്റെ പേരറിയണം. 2 നമുക്ക് ഓൾറെഡി അറിയാം. പുറത്തുള്ളത് ഔട്ട്സൈഡ്, അപ്പോൾ എക്ടോഡേം ആണ്. അകത്തുള്ളത് എൻഡോഡേം ആണെന്ന് അറിയാം. ഇനി അതിൻ്റെ 2ൻ്റെയും ഇടയിൽ കാണുന്ന ലെയറിനെ പറയുന്ന പേരാണ് മീസോഡേം. മീസോഡേം എന്നാണ് പറയുക കേട്ടോ. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഞാൻ പറഞ്ഞു നേരത്തെ ഈ ലെയേഴ്സിൽ നിന്നാണ് പിന്നീട് നമ്മുടെ ഓർഗൻസ് ഫോം ചെയ്യാന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോൾ മീസോഡേം എന്ന് ഞാനിവിടെ പറഞ്ഞു. ഈ മീസോഡേമിൽ നിന്നാണ് നമ്മുടെ മസിൽസ് ഒക്കെ ഡെവലപ്പ് ചെയ്ത് വരുന്നത് കേട്ടോ, മസിലുകൾ ഡെവലപ്പ് ചെയ്ത് വരിക. സിമിലർലി വേറെ ഇപ്പോൾ എക്ടോഡേം നമ്മുടെ ചെവിയുടെ പിന്നെ ഭാഗങ്ങളൊക്കെ, എൻഡോഡേം നമ്മുടെ ഹാർട്ട് പോലെ, അങ്ങനെ ഓരോ ഓർഗൻസും ഈ പറയുന്ന ജേം ലെയേഴ്സിൽ നിന്നാണ് ഫോം ചെയ്യുന്നത്. അപ്പോൾ ഇത്തരം 3 ജേം ലെയേഴ്സ് ഉള്ള ഓർഗാനിസങ്ങളെ പറയുന്ന പേരാണ് ട്രിപ്ലോബ്ലാസ്റ്റിക്. ഓക്കെ, അപ്പോൾ ഔട്ടർ എക്ടോഡേം, ഇന്നർ എൻഡോഡേം, മിഡിൽ ലെയർ ആണ് മീസോഡേം. ഇപ്പോൾ ഫൈലം പ്ലാറ്റി ഹെൽമിന്തസ് തുടങ്ങിയിട്ട് പിന്നീട് അങ്ങോട്ടുള്ള എല്ലാ ഫൈലങ്ങളും ഏതാണ്? ഈ പറയുന്ന ട്രിപ്ലോബ്ലാസ്റ്റിക് ആണ്. അപ്പോൾ നമുക്കത് നോക്കാം എങ്ങനെയാണെന്നുള്ളത്. കണ്ടോ, ആദ്യത്തെ ഇത് ടെക്സ്റ്റ് ബുക്കിലെ ഡയഗ്രാണ്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, എക്സാമിന് ചോദിക്കും. ഡിപ്ലോബ്ലാസ്റ്റിക് 2 ലെയേഴ്സേ ഉള്ളൂ. അവിടെ എങ്ങനെയാണ്? ഒരു പുറത്തുള്ള എക്ടോഡേമും ഉണ്ട്, അകത്തൊരു എൻഡോഡേമും ഉണ്ട്. അതിൻ്റെ ഉള്ളിൽ നോക്കൂ നിങ്ങൾ, സെല്ലുകളായിട്ട് നമുക്ക് കാണാണ്ടോ? ഇല്ല. അതുകൊണ്ടാണ് ഇതിന് എന്ത് പറഞ്ഞത്? അൺഡിഫറൻഷിയേറ്റഡ് ആയിട്ടുള്ള ലെയറാണ്, ദാറ്റ് ഈസ് മീസോഗ്ലിയ. കാരണം അവിടെ സെല്ലുകൾ ഫോം ചെയ്തിട്ടില്ല. ഓക്കെ, ഇനി ഇത് നോക്കൂ, ട്രിപ്ലോബ്ലാസ്റ്റിക്. ഇത് ഔട്ടർ എക്ടോഡേം, ഇന്നർ എൻഡോഡേം, ആൻഡ് കണ്ടോ ഇവിടെ സെല്ലുകൾ ഫോം ചെയ്തു. സോ ഇറ്റ് ഈസ് എ മിഡിൽ മീസോഡേം. ഇതാണ് ട്രിപ്ലോബ്ലാസ്റ്റിക്. അപ്പോൾ ക്ലിയർ ആയല്ലോ ഈ 2 കാര്യങ്ങളും. ഇനി നമുക്ക് അടുത്തൊരു കാര്യത്തിലേക്ക് പോവാം, ദാറ്റ് ഈസ് സീലം. ഈ സീലത്തിനെ അടിസ്ഥാനമാക്കിയിട്ടുള്ള ഒരു ക്ലാസിഫിക്കേഷനാണ് പറയുന്നത്. അപ്പോൾ എന്താണ് സീലം എന്ന് നമ്മൾ ആദ്യം അറിഞ്ഞിരിക്കണം. ദ ക്യാവിറ്റി പ്രസൻറ്റ് ബിറ്റ്വീൻ ബോഡി വാൾ ആൻഡ് ഗട്ട് അല്ലെങ്കിൽ നമുക്ക് എലിമെൻ്ററി കനാൽ എന്ന് പറയാം, ഈസ് കോൾഡ് സീലം. നമ്മുടെ ബോഡി വാളിനും ഗട്ടിനും ഇടയിലുള്ള ഭാഗത്തെ പറയുന്ന പേര്, ക്യാവിറ്റിയെ പറയുന്ന പേരാണ് സീലം. ദിസ് ബോഡി ക്യാവിറ്റി ഈസ് ലൈൻഡ് ബൈ മീസോഡം. ശരിയായ ഒരു ബോഡി ക്യാവിറ്റി ആണെങ്കിൽ അതിനെ നമ്മൾ നേരത്തെ പഠിച്ച ആ ലെയറായ മീസോഡം കൊണ്ടുള്ള ഒരു ലൈനിങ് ഉണ്ടായിരിക്കും. ഇനി ഈ സീലത്തിനെ അടിസ്ഥാനമാക്കിയിട്ട് സീലം ഉണ്ടോ, ഉണ്ടെങ്കിൽ അത് യഥാർത്ഥ സീലമാണോ, അതിനെയൊക്കെ അടിസ്ഥാനമാക്കിയിട്ട് ആനിമൽസ് നമുക്ക് 3ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. അതാണ് അടുത്ത പറയാൻ പോകുന്നത്. അസീലോമേറ്റ്, സ്യൂഡോസീലോമേറ്റ് ആൻഡ് സീലോമേറ്റ്. ഇതാണ് ആ ക്ലാസിഫിക്കേഷൻ. അപ്പോൾ നേരത്തെ പറഞ്ഞ രീതിയിൽ നിങ്ങളൊന്ന് നോക്കൂ. അസീലോമേറ്റ്, അ മീൻസ് ആബ്സെൻറ്റ്. സോ ആനിമൽസ് വിത്തൗട്ട് എ സീലം, അതിനെയാണ് നമ്മൾ അസീലോമേറ്റ് എന്ന് പറയുക. ഉദാഹരണം പോറിഫറ, നിഡേറിയ, ടീനോഫോറ ആൻഡ് പ്ലാറ്റി ഹെൽമിന്തസ്. ഈ പറയുന്ന 4 ഫൈലങ്ങളും ഏതിന് എക്സാമ്പിളാണ്? അസീലോമേറ്റിന് എക്സാമ്പിളാണ്. ഇത് ഈ എക്സാമ്പിൾ കൂടി ഇങ്ങനെ കൂടെ പറയാനുള്ള കാരണം എന്താണെന്നറിയോ? നിങ്ങൾക്ക് എക്സാമിന് ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ഒരു രീതിയുണ്ട്. ഇപ്പോൾ ഒരു 3-4 ആനിമൽസ് തന്നിട്ട് അതിൽ നിന്ന് ഇതിലെ അസീലോമേറ്റ് ഓർഗാനിസത്തിൻ്റെ പേര് എഴുതുക, അല്ലെങ്കിൽ ഈ ഫൈലത്തിൽ കാണുന്ന സീലത്തിൻ്റെ കണ്ടീഷൻ എന്താണ്, അങ്ങനെയൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് വരും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കണം.
ദെൻ രണ്ടാമത്തെയാണ് സ്യൂഡോസീലോമേറ്റ്. സ്യൂഡോ മീൻസ് എന്താ അർത്ഥം? ഫോൾസ്, കപടം എന്നാണ് അർത്ഥം സ്യൂഡോസീലോമേറ്റ്. അപ്പോൾ ഇവിടെ എന്താ പ്രശ്നം? ഇൻ സം ആനിമൽസ് ദ ബോഡി ക്യാവിറ്റി ഈസ് നോട്ട് ലൈൻഡ് ബൈ മീസോഡേം. Instead, the mesoderm is present as scattered pouches in between the ectoderm and endoderm. അതായത് നമ്മൾ പറഞ്ഞു ശരിയായ ഒരു സീലം എന്ന് പറയണമെങ്കിൽ അവിടെ എന്തുണ്ടായിരിക്കണം? മീസോഡേം കൊണ്ടുള്ള ഒരു ലൈനിങ് ഉണ്ടായിരിക്കണം എന്ന്. അപ്പോൾ ഈ സീലത്തിന് അത്തരം ലൈനിങ് ഇല്ല. അതിന് പകരം ഈ മീസോഡേം അവിടെ ഇവിടെയൊക്കെ കുറേ പൗച്ചസ് ആയിട്ട് കിടക്കുന്നത് കാണാം. നമുക്ക് ഡയഗ്രം നോക്കാം കേട്ടോ. അതുകൊണ്ടാണ് ഇതിനെ സ്യൂഡോസീലം എന്ന് പറയുന്നത്. And such animals are known as pseudocoelomates. ശ്രദ്ധിക്കുക, pseudocoelomates. ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടെ നിങ്ങൾ ശ്രദ്ധിക്കാണ്ട്, ഒരു ഒറ്റ ഫൈലം മാത്രമേ നമുക്കതിൽ എക്സാമ്പിൾ വരുന്നുള്ളൂ. ദാറ്റ് ഈസ് ഫൈലം ആഷൽമിന്തസ്. ഈ ഒരൊറ്റ ഫൈലത്തിൽ. അപ്പോൾ നിങ്ങൾക്ക് ഇത് പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ഈ ക്യാരക്ടർ കാണിക്കുന്ന ഫൈലം ഏതാ? നോ ഡൗട്ട് ആഷൽമിന്തസ് ആണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത് ക്ലിയർ ആയല്ലോ. ആൻഡ് തേർഡ് വൺ ഈസ് സീലോമേറ്റ്. സീലോമേറ്റ് അപ്പോൾ എന്തായിരിക്കും? ശരിയായ രീതിയിലുള്ള സീലം. ശരിയായ രീതിയിലുള്ള സീലം എന്ന് പറയുമ്പോൾ എന്താ? ബോഡി ക്യാവിറ്റി ഉണ്ട്, അതിനെ ലൈൻ ചെയ്തുകൊണ്ട് എന്ത് കാണാം? മീസോഡേം കാണാം. അത്തരത്തിലുള്ള സീലമാണ് ഈ ട്രൂ സീലം, അല്ലെങ്കിൽ നമ്മൾ യു സീലം എന്നൊക്കെ പറയുന്നത്. ആ ഓർഗാനിസത്തിന് അത്തരം ഓർഗാനിസങ്ങളെ പറയുന്ന പേരാണ് സീലോമേറ്റ്സ്. ഉദാഹരണം നോക്കൂ, ആനിലിഡ്സ്, മോളുസ്ക, ആർത്രോപോഡ്സ്, എക്കൈനോഡേംസ്, ഹെമിക്കോഡേഴ്സ്. ബാക്കിയെല്ലാം ആഷൽമിന്തസ് വേറെ നമ്മൾ പറഞ്ഞു. അവിടുന്ന് അങ്ങോട്ടുള്ള എല്ലാ ഫൈലങ്ങളും പിന്നെ ഏതാണ്? സീലോമേറ്റ്സ് ആണ്. ഇതാ നമ്മുടെ 3 കാര്യങ്ങളും. ഒന്നാമത്തെ സീലോമേറ്റ് ആണ്, രണ്ടാമത്തെ സ്യൂഡോസീലോമേറ്റ്, മൂന്നാമത്തെ അസീലോമേറ്റ്. അപ്പോൾ ഇവിടെ ഇത് സീലോമേറ്റ് ആണെന്ന് പറഞ്ഞു. ബോഡി ക്യാവിറ്റി ആണ് ഈ കാണുന്നത്. സീലം, ബോഡി ക്യാവിറ്റി. ഇതിനെ ലൈൻ ചെയ്തുകൊണ്ട് ഈ ചുമപ്പ് ലൈനിങ് കാണുന്നുണ്ട് അല്ലേ? ദാറ്റ് ഈസ് മീസോഡേമൽ ലൈനിങ് ഉണ്ട്. പിന്നെ ഇവിടെ നോക്കൂ നിങ്ങൾ, എന്താണ് സ്യൂഡോസീലം? ഇവിടെ എന്താണ്? ഇവിടെ ഇങ്ങനെ ഈ നമ്മൾ പറഞ്ഞ മീസോഡേം അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ സ്കാറ്റേർഡ് പൗച്ചസ് ആയിട്ടാണ് കാണുന്നത്. അതുകൊണ്ടാണ് നമ്മളിതിന് സ്യൂഡോസീലം എന്ന് പറഞ്ഞത്. എന്നാൽ ഇവിടെ ആണെങ്കിലോ അത്തരത്തിലുള്ളൊരു ക്യാവിറ്റി അല്ലെങ്കിൽ സീലം ആബ്സെൻ്റ് ആണ്. സോ ദിസ് ഈസ് coelomates and this is pseudocoelomates and this one is acylomate. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇൻട്രൊഡക്ടറി പാർട്ടിൽ വരുന്ന കാര്യങ്ങൾ. അപ്പോൾ ഇനി എന്താ വെച്ചാൽ നമ്മൾ അങ്ങോട്ട് ഫൈലങ്ങൾ പറയുമ്പോൾ നമ്മൾ എങ്ങനെ പറയാം? ദേ ആർ സീലോമേറ്റ്സ്, അല്ലെങ്കിൽ ഡിപ്ലോബ്ലാസ്റ്റിക് ഓർഗനൈസേഷൻ, അല്ലെങ്കിൽ ബൈലാറ്ററൽ സിമ്മട്രി, ഇങ്ങനെ കാര്യങ്ങൾ പറയുമ്പോൾ അതെന്താണ് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവണമെങ്കിൽ ഈ കാര്യങ്ങളാണ് ആദ്യം പഠിക്കേണ്ടത്. ഇതല്ലാതെ കുറച്ച് കാര്യങ്ങളും കൂടി ഉണ്ടായിരുന്നു. പക്ഷെ എന്താണെന്ന് വെച്ചാൽ അത് നമ്മുടെ ഫോക്കസ് ഏരിയയിൽ പറഞ്ഞിട്ടില്ല. എങ്കിലും ഒരു നോട്ടോകോഡ് എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ ഉണ്ട്. നോട്ടോകോഡ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഓർഗാനിസങ്ങളുടെ ഡോർസൽ സൈഡിൽ കാണുന്ന ഒരു റോഡ് ലൈക്ക് സ്ട്രക്ചറാണ്. അപ്പോൾ അതിനെ അടിസ്ഥാനമാക്കിയിട്ട് ഒരു ക്ലാസിഫിക്കേഷൻ വരുന്നുണ്ട്. ഓക്കെ, അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് അപ്പം പറയാം. എന്തായാലും ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കുക. ഇവിടെ നിന്നും നമുക്ക് ക്വസ്റ്റ്യൻസ് വരുന്നതാണ്. എക്സാമ്പിൾ ഞാൻ പറഞ്ഞാൽ 2 കാണിച്ചിട്ട് ഇതിൻ്റെ പേര് എഴുതാൻ പറയാം. അപ്പോൾ ഇത് ഏതാണ്? സീലോമേറ്റ് ആണ്, ഇത് സ്യൂഡോസീലോമേറ്റ്, അങ്ങനെയും ചോദിക്കും. സോ ഡയഗ്രാംസ് എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ടീച്ചർ നേരത്തെ പറഞ്ഞ രീതിയിലുള്ള ക്വസ്റ്റ്യൻസും നിങ്ങൾ പ്രതീക്ഷിക്കുക. അപ്പോൾ ഇത്ര ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് അടുത്ത ഭാഗവുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. അപ്പോഴേക്കും ഇത്ര വരെയുള്ളതെല്ലാം പഠിച്ച് നല്ല കുട്ടികളായിട്ട് റെഡി ആയിരിക്കുക. ഓക്കെ, അപ്പോൾ ബൈ.